ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ തങ്കം കലവറ. അപ്പോൾ ഇന്നൊരു മീൻ കറി വെക്കാമെന്ന് അമ്മ പറഞ്ഞത് കാരണം ഞാനും ലിൻ്റെയും കൂടി മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോണേണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോയത് മാലിപ്പുറം മാർക്കറ്റിലാണ്. അപ്പം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മീൻ കടകളുണ്ട്, ഫ്രഷ് കിട്ടുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പം മീനിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതും, ഞങ്ങൾ എല്ലാ മീനൊന്നും അങ്ങനെ കഴിക്കാറില്ലേ, അപ്പം പുഴമീൻ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു കടയിൽ ചെന്ന് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് കണമ്പാണ്. അപ്പം കണമ്പ് അത്യാവശ്യം വില കൂടിയ മീനാണല്ലോ, പക്ഷെ ഞങ്ങൾ 100 രൂപക്കാണ് വാങ്ങിച്ചത്. ഞങ്ങൾക്കത് മതി. അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്ന് അപ്പം അമ്മ എന്നോട് പറഞ്ഞ് മോമ തന്നെ വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മക്ക് വേറെ പണിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ മീൻ വെട്ടാനായിട്ട് ഞാൻ മീൻ വെട്ടാനിരുന്നപ്പോൾ നമ്മുടെ പൂച്ചകളൊക്കെ കൂടി വന്നു. എനിക്കാണെങ്കിൽ ഈ പൂച്ചകളങ്ങ് കുറേ ഒച്ചയെടുക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. ലിൻ്റൊക്കെ ആണെങ്കിൽ ഞാൻ വെട്ടുമ്പോൾ തുടങ്ങി വാല് കൊടുക്ക്, ചിറക് കൊടുക്കുന്നെന്നും പറഞ്ഞ് ലിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. അവക്കടെ ഒരു ഫേവറേറ്റ് പൂച്ചയുണ്ടേ. അപ്പോൾ അതിന് കൊടുക്കണം. എൻ്റെ ഫേവറേറ്റ് പൂച്ച മണിക്കുട്ടനാണ്. അപ്പോൾ മണിക്കുട്ടൻ ഇല്ലാതുകൊണ്ട് ലിൻ്റെയുടെ ഫേവറേറ്റ് പൂച്ചക്കാണ് ഈ വാലും തലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പറയണത്. അപ്പം അമ്മ പറഞ്ഞേ വേഗം അങ്ങ് മീൻ വെട്ടി തീർക്ക്, ചേച്ചി അനിയത്തിയും കൂടി പൂച്ചകൾക്കും കാക്കകൾക്കൊക്കെ പിന്നെ കൊടുക്ക്. അങ്ങനെ മീൻ വെട്ടി തേച്ച് കഴുകിയെടുത്ത് അപ്പം ഉപ്പിട്ട് തേച്ച് കഴുകലൊക്കെ അമ്മേണ്ട ചെയ്യണത്. ഞാനപ്പോൾ മീനം കൊണ്ട് അങ്ങനെ ചെന്നപ്പോൾ അമ്മ മൺചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലെല്ലാം ചതച്ച് ചട്ടിയിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മീൻ വെട്ടി കൊടുക്കൽ, കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ അമ്മ തന്നെയാണ്. അങ്ങനെ ഈ ചട്ടി വെച്ചിട്ട് അതിനകത്ത് അമ്മിച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. കളറിനും എരിവും കുറവാണല്ലോ, അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യണത്. മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഇത് ഉപ്പും കൂടി ഇട്ട്, ഇതിപ്പോൾ അമ്മിച്ചിയുടെ സ്പെഷ്യൽ മീൻ കറിയാണേ, അടിപൊളി കറിയാണ് കേട്ടോ. അതിൻ്റെ മീതെ തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, ബാക്കി ഇതിനകത്ത് പുളിയും ഇടും കേട്ടോ, കുടംപുളിയും ഇടും, എന്നാലും തക്കാളി ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കൂട്ടി തിരുമ്മി അങ്ങ് എടുക്കണേണ്. ഇത് കൈ കൊണ്ട് തിരുമണതാണ് ഏറ്റവും നല്ലത്. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ തിരുമ്മി നല്ല മുളക് കറി അങ്ങ് വരണതാണ്. മുളകിലങ്ങോട്ട് ആ മുളകും ഉള്ളിയും എല്ലാം കൂടി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ ഈ കൈ കൊണ്ട് നമ്മൾ കൂട്ടി തിരുമുമ്പോഴുള്ള ആ രുചിയും അത് മാറി നിൽക്കും അങ്ങാട്, അത് സൂപ്പറായിട്ട് രുചിയും ആയിരിക്കും. ഇപ്പം ഇതിനകത്തേക്ക് ഇഞ്ഞിട്ട് കൊടുക്കാൻ പോണത് കുടംപുളിയാണ്. ഈ ഞങ്ങളിപ്പോൾ ഇട്ടേക്കണ പുളി ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പുളിയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ വീണിട്ട് ഉണക്കിയെടുത്ത നല്ല നാടൻ പുളിയാണ്. ഇനി അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേണ്. എന്നിട്ട് നമുക്കിഞ്ഞിത് ഗ്യാസ് ഫ്ലെയിം കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ദേ ചാറ് നല്ലപോലെ തിളച്ചാൽ മാത്രമേ നമുക്ക് മീനിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ നമ്മുടെ മീൻകുട്ടന്മാരിട്ട് കൊടുക്കുക. അപ്പോൾ വെട്ടിത്തേച്ച് കഴുകി നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി മിനുക്കിയ ഈ മീൻ കഷ്ണങ്ങൾ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു തുണി ചട്ടിയുടെ സൈഡിൽ പിടിച്ചിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഈ ചട്ടി അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താണെന്നറിയോ, ഈ അരപ്പൊക്കെ അങ്ങ് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചട്ടിയുടെ അടുക്കി പിടിക്കാനും പാടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പൂണിട്ട് ഇളക്കൂല, ഈ തുണി വെച്ചിട്ടാണ് ഈ ചട്ടി അങ്ങ് ഇളക്കിയെടുക്കണത്. കൈ പൊള്ളിക്കാണ്ടൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ, നോക്കിയെടുക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതങ്ങോട്ട് വറ്റി വരണുണ്ട്, വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ നോക്കിയേ, സൂപ്പറായിട്ടില്ലേ? ആ മീനൊക്കെ അങ്ങോട്ട് മുളകൊക്കെ പിടിച്ച് എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ്, വാവ് എന്താ ഭംഗി കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ കണമ്പ് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുളകിൽ പറ്റിച്ചെടുത്ത മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.